Hello friends, നല്ല നാടൻ രീതിയിലുള്ള ഒരു മാങ്ങാച്ചാറിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി അച്ചാറാണിത്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മാഗ്. മാങ്ങാച്ചാറിനായി ആദ്യം നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മാങ്ങയാണ്. തൊലിയൊന്നും ചെത്തുന്നില്ല കേട്ടോ. അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണേ. ഇത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അച്ചാർ കേടായി പോകാൻ സാധ്യതയുണ്ട്. ഒരു ഉണങ്ങിയ തുണി വെച്ച് നന്നായി തുടച്ചെടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇവ വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയുടെ പുളിപ്പനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. അച്ചാറുകൾ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 10 മീഡിയം സൈസ് വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇവ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി അധികം മൂത്ത് പോകണ്ട, ചെറിയൊരു കളർ ചേഞ്ച് വന്നാൽ മതിയാകും. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ നാടൻ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1 ടീസ്പൂൺ കായപ്പൊടി, ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി തീ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 2 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഊറി വന്നിരിക്കുന്ന വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും കായത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കായം 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ആകാം. അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരും. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന മുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ബോട്ടിലോട്ട് ഫില്ല് ചെയ്യാം. ഞാനിത് നന്നായി കഴുകി ഉണക്കിയെടുത്ത കുപ്പിയാണ്. കുപ്പിയിൽ ഒട്ടും ഈർപ്പം കാണരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അതുപോലെ തന്നെ നമ്മൾ അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലൊട്ടും നനവോ ഈർപ്പമോ ഉണ്ടാകാൻ പാടില്ല. ഈ അച്ചാർ ഉണ്ടാക്കി 2-3 ദിവസം കഴിയുമ്പോഴേ അച്ചാറിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റിലേക്ക് വരികയുള്ളൂ. അന്നേരം മാങ്ങയും സോഫ്റ്റായി കിട്ടും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.